PV അൻവറിനെ പ്രകോപിപ്പിച്ചത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൊള്ളിച്ചു പറഞ്ഞ മറുപടികളാണ്. പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്ത് നിർബാധം നടക്കണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് തന്നെക്കുറിച്ചാണ്, തന്നെ ഉദ്ദേശിച്ചാണ്, തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് അൻവറിന് തോന്നി. എല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറും ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചില്ലേ? അതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. സർക്കാരിൻ്റെ വഴിക്ക് പോകുമെന്ന് തൃശ്ശൂരിലും മുഖ്യമന്ത്രി കടുപ്പിച്ച് പ്രസംഗിച്ചു. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അൻവറിൻ്റെ നിയന്ത്രണം വിട്ടു. വണ്ടി ഈ സ്റ്റാൻഡ് വിട്ടു പോകുന്നതാണ് നല്ലത് എന്ന് അൻവറും തീരുമാനിച്ചു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇരുന്നട്ടെ. അടിക്ക് മുമ്പ് ഈ ആശാനെ പച്ചമുട്ടയും കട്ടിച്ചെന്നിയാവും കഴിക്കുന്ന പതിവുണ്ടോ? ഇങ്ങനെ ഒരു കുടുംബഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളി പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം എനിക്കൊരു പ്രശ്നമില്ല, ഇങ്ങനെ ആയിരുന്നില്ല ഉന്നയിക്കേണ്ടത്, ഒക്കെ കറക്റ്റാണ്, പാർട്ടി സംവിധാനം ഇതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും, പ്രശ്നമില്ല. കള്ളനാണ്, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കണം. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് PV അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കള്, നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. മുഖ്യമന്ത്രി കാട്ടിയത് കൊടും ചതിയായിപ്പോയി എന്ന് തന്നെ അൻവർ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ കത്തുന്ന സൂര്യനായിരുന്നെന്നും അതിപ്പോൾ കെട്ടുപോയെന്നും നിങ്ങളുടെ ഗ്രാഫ് 0-ലെത്തിയെന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അൻവർ പുറത്തിറങ്ങിയതത്രേ. പിന്നെങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും? CM, നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. സൂര്യനെ പോലെ ആ സൂര്യൻ കെട്ടുപോയി. കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്, ആ CMന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. അന്നേരം 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ, കേട്ടിരിക്കുകയാണ് CM. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിൽ. ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM. ഇനി അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഒരു മഹീന്ദ്ര ജീപ്പിൽ 2 മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നവനെ വിളിച്ചു പറഞ്ഞു നടക്കൂലേ, അതേപോലെ ഞാൻ നടക്കാൻ പോവാ. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ? കാട്ടുകള്ളൻ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഈ പറയുന്ന ശശി തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ADGPയും P ശശിയുമായിരുന്നു ലക്ഷ്യമെങ്കിലും അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതോടെയാണ് അൻവർ കളത്തിന് പുറത്തായത്. തൃശ്ശൂരിലെ പൂരം കലക്കി കൊടുത്തതിൻ്റെ ശരിക്കും ഗുണഭോക്താവ് ആരാണ് എന്നും അൻവർ ചോദിക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത്
അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി ആരോ എനിക്കറിയില്ല. ആ ഗുണഭോക്താവ് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി ആണെന്നാണോ അൻവർ കരുതുന്നത്? അമ്പൂക്ക തെളിച്ചു പറയൂ. അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്? ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. അൻവറിന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? വേറൊരു മരുമകനായിരിക്കും. മേ ബി അനദർ സണ്ണിലോ. ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് വെക്കുന്നത്? ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? ADGP മുഖ്യമന്ത്രിയുടെ അടുത്തയാൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥയാളും ചിത്രത്തിൽ വരുന്നല്ലോ. അദ്ദേഹത്തിന്റെ റോൾ എന്താണ് ഇതിൽ? ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം. അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. തല പോയിക്കണം. അതുകൊണ്ടാ. അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെന്റർ പോലീസ് സഖാക്കൾ ഓടേണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോൾ. പക്ഷെ എൻ്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. ഇപ്പോൾ പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. ഇപ്പൊ ക്ലിയറായി. അല്ലെ ഡൗട്ട് അടിച്ച് പണ്ടടങ്ങിപ്പോയനെ. മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ ഒരു നിമിഷം വൈകിയില്ല, പാർട്ടിയും അൻവറിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. നിലമ്പൂരിലെ പാർട്ടിക്കാരും പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അൻവർ എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു MLA ആണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിതിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനി അൻവർ ഇനി സർവതന്ത്ര സ്വതന്ത്രനാണ്. നേരത്തെയും സ്വതന്ത്രനായിരുന്നുവെങ്കിലും കാലിലെ ചങ്ങല പൂർണ്ണമായും അൻവർ ഇപ്പോൾ ഉപേക്ഷിക്കുന്നു. സൂപ്പർ നേതാക്കളാണ്, പക്ഷെ കാലിൽ ചങ്ങലുണ്ട്, ഉച്ചവലം കാണും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ കേൾക്ക്, വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. വിമർശനം, സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാം ഇനി. അൻവർ പറയുന്നത് പോലെ CPMൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർക്ക് സ്ഥാനമില്ലേ? അങ്ങനെ ധൈര്യമുള്ളവർ ആരുമില്ലേ? എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPI. ചുമ്മാ സത്യം. പിന്നെ പാവം മാഷത് പറയുന്നത് ശരിയാണ്, അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റൂ. അതാണ് ഈ പാർട്ടിയുടെ ശക്തി. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി വിമർശനവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് ഇങ്ങോട്ട് നോക്ക്, ആ ബുക്ക്, ആ ഭരണഘടന, അത് അട്ടത്താ. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കും. എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇനി അൻവറിനോട്
ചോദ്യം മൂർത്തമാണോ അമൂർത്തമാണോ എന്ന് ഗോവിന്ദൻ മാഷിനോട് ചോദിച്ച് അൻവറിന് തീരുമാനിക്കാം. MLA സ്ഥാനം രാജിവെക്കുമോ? പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ, അതിന് ആ പൊതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണവരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. നിയമസഭയിൽ പോയാൽ സർവതന്ത്ര സ്വതന്ത്രനായി ഏത് ബ്ലോക്കിൽ ഇരിക്കും? ഞാൻ നടുപക്ഷത്ത് നിൽക്കും. ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ റൈറ്റ് ആണ്. ഞാൻ നടുവിലൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. വേണ്ട, ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട, അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഞാൻ സ്പീക്കറോട് പറയും അടുത്ത സീറ്റ് തരാണ്. അങ്ങനെയാണ് എല്ലാവരും പറയുക. LDFന്റെ ഭാഗമായിട്ട് നിൽക്കാത്തവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പുറവും ഇപ്പുറവും ഇല്ല എന്നാണ്. പക്ഷേ അവസാനം എവിടെയാണ് എത്തുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അൻവർ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ സ്ഥിതിക്ക് നിലമ്പൂരിൽ ഇനി എന്താണ് പാർട്ടിയുടെ പരിപാടി? അൻവറിന്റെ കോലം കത്തിക്കട്ടെ. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. PV അൻവർ മുർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി. PV അൻവർ സഖാവെ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിൽ. അപ്പം അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെ എന്ന്. അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക്. അത്രേ അതിനെ എനിക്ക് പറയാനുള്ളൂ. കൊല്ലൊന്നുമില്ല, പിന്നെ വെട്ടുകുത്തൊക്കെയുള്ള ടീമാ. ചേട്ടനൊന്ന് സൂക്ഷിക്കണം രാത്രിയിലൊക്കെ. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്കെന്ത് ബാരിക്കേഡ്? പുറത്താക്കിയതാലും വാച്ച്മാന്റെ പണിയും പോയി. എന്താ ഈശ്വര, എന്താവോ? MR അജിത് കുമാറും P ശശിയും വേണോ താൻ വേണോ എന്ന് നിലമ്പൂരിലെ MLA PV അൻവർ വ്യക്തമായി ചോദിച്ചപ്പോൾ നെല്ലും പതിരും തിരിഞ്ഞു. അൻവർ കളത്തിന് പുറത്തും പോയി. ADGPയെയും P ശശിയെയും വിട്ട് പിണറായിക്ക് ഒരു കളിയുമില്ലെന്ന് തൃശ്ശൂരിൽ തോറ്റ K മുരളീധരന് ഉറപ്പാണ്. കാരണം രണ്ടുപേരും പിണറായിയുടെ കവച കുണ്ടലങ്ങളാണത്രേ. അൻവറിൻ്റെ വാക്കും കേട്ട് അത് ഊരിക്കൊടുത്താൽ പിണറായിക്ക് കർണൻ്റെ അവസ്ഥ വരും എന്ന് മഹാഭാരത കഥ ഉദ്ധരിച്ച് K മുരളീധരൻ പറയും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഈ പുരാണത്തിലുണ്ടല്ലോ, കർണൻ കവചകുണ്ടലങ്ങൾ ദാനം കൊടുത്തപ്പോഴാണല്ലോ ഭാരത യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിനെ അർജുനൻ കൊന്നത്. കാരണം അതിന് പകരം ഒരു ദിവ്യാസ്ത്രം ദേവേന്ദ്രൻ കൊടുത്തെങ്കിലും അത് ഘടോത്കചനെതിരായിട്ട് പ്രയോഗിച്ചു കർണൻ. അതാണ് ഘടോത്കചൻ വീണപ്പോ ശ്രീകൃഷ്ണൻ ചിരിച്ചപ്പോ ഭീമൻ പറഞ്ഞു, എന്താ എന്റെ മോനെ വീണ് കിടക്കും, പിന്നെ അങ്ങ് എന്താ ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അതിനുള്ള കാരണമുണ്ട്, ഇനി ഈ ആയുധം കർണൻ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അർജുനൻ കർണനെ കൊന്നത്. അതുപോലെ പിണറായിയുടെ കവച കുണ്ടലങ്ങളാണ് P ശശിയും അജിത് കുമാർ. അത് കൊടുത്താൽ കർണന്റെ അനുഭവം ഉണ്ടാകുന്ന എല്ലാരേക്കാളും നന്നായിട്ട് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് ഇനി അൻവറല്ല
ബിനോയ് വിശ്വം വാളെടുത്ത് തുള്ളിയാലും ഈ കവചകുണ്ടലങ്ങൾ പിണറായി വിജയൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇത് ഊരിയാ തീർന്നു പണി. ഇത് ഊരിയാൽ പിന്നെ വേറെ ഒറ്റ മാർഗ്ഗമുള്ളൂ. പിണറായിന്റെ മുമ്പിൽ നേരെ രാജ്ഭവനിൽ ചെല്ലുക, ഗവർണറെ കാണുക, രാജി കൊടുക്കുക. കാരണം ഈ രണ്ടുപേരും പലതും വിളിച്ചു പറയും. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പൊ ശശിയുടെ ഇവിടം കൊണ്ട് ഒതുങ്ങില്ല കേട്ടോ. ശശി അടുത്ത തവണ നിങ്ങൾ എഴുതി വെച്ചോ, അടുത്ത തവണ തലശ്ശേരി സ്ഥാനാർത്ഥി LDF. കാരണം ഷംസീറിന് 2 ടേമായാലും ഇനി സീറ്റ് കൊടുക്കില്ല. മൂപ്പര് തയ്യാറെടുത്തിരിക്കുക തലശ്ശേരി ഇലക്ഷൻ സ്ഥാനാർത്ഥിയാൻ. പിന്നെ അയാളെ പുറത്താക്കണം ഈ അൻവർ പറഞ്ഞ അവര് കേൾക്കും. തന്നോട് ആരോടും മഹാഭാരതത്തിന്റെ കഥ പറയാം. ചെമ്മീന്റെ കഥ പറയാം. സംസ്കാരത്തെ പുച്ഛിക്കരുത്.